നമസ്കാരം. ദിവ്യൻ ഹിൽ മലയാളം കാരോട്ടിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് കരുതുന്നു. അപ്പോൾ ഇന്നത്തെ റീഡിംഗ് റിലേഷൻഷിപ്പ് റീഡിംഗ് ആണ്. അവിടെ തോട്ട്സ് ആൻഡ് ഫീലിങ്സ് നോക്കാം. നമുക്ക് നിങ്ങളോടുള്ള തോട്ട്സ് എന്താണ്, എന്ത് ആണ് അവർ എന്തെങ്കിലും ആക്ഷൻ എടുക്കാൻ പ്ലാൻ ഉണ്ടോ എന്നൊക്കെ നമുക്ക് നോക്കാം. അപ്പോൾ ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. എല്ലാവർക്കും തന്നെ റെസണേറ്റ് ആകണമെന്നില്ല. റെസണേറ്റ് ആകുന്നവർ മാത്രം എടുക്കുക, അല്ലാത്തവർ വിട്ടേക്കുക. കളക്റ്റീവാണ്, ടൈംലെസ് ആണ്. അപ്പോൾ നോക്കാം അവരുടെ ഇപ്പോഴത്തെ തോട്ട്സ്, അവരുടെ എന്ത് എനർജിയാണ് ഇപ്പോൾ അവർക്കുള്ളതെന്ന് നോക്കാം. Two of Swords, King of Wands, Five of Wands, Queen of Cups, World Card, Justice, Six of Cups, Ten of Wands, Six of Pentacles, Nine of Wands. ബോട്ടം വന്നത് ക്യൂൻ ഓഫ് വാൻസ് ആണ്. മജീഷ്യനൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ ഇപ്പോഴവർ ചിന്തിക്കുന്നത്, അവർക്ക് കുറേ കാര്യങ്ങളിൽ കൺഫ്യൂഷൻ ഉണ്ടായിരിക്കുന്നു എന്നാണ് കാണുന്നത്. ചില കാര്യങ്ങൾ നിങ്ങളെക്കുറിച്ച് അവർ ചിന്തിച്ചിരുന്ന കുറച്ച് കാര്യങ്ങൾ ശരിയാണോ തെറ്റാണോ എന്നിപ്പോൾ ഒരു കൺഫ്യൂഷൻ വന്നിട്ടുണ്ട് അവർക്ക്. ചിലപ്പോൾ ഇത് നേരത്തെ നിങ്ങൾ തമ്മിലൊരു പ്രശ്നം വന്ന സമയത്ത് ചിലപ്പോൾ മറ്റാരെങ്കിലും ചിലപ്പോൾ തെറ്റിദ്ധരിപ്പിച്ച കാര്യമായിരിക്കാം അവർ. അപ്പോൾ അത് ചിലപ്പോൾ അത് വിശ്വസിച്ചിട്ടുണ്ടായിരിക്കാം. പക്ഷേ ഈ സമയത്ത് അവരത് ശരിയാണോ എന്ന് ഒന്നുകൂടി ചിന്തിക്കുന്നുണ്ട്. അവർ വിശ്വസിച്ചിരുന്ന കാര്യം തെറ്റായി പോയോ, അല്ലെങ്കിൽ അങ്ങനെ നിങ്ങൾക്ക് വേദനിപ്പിച്ച കാര്യം നിങ്ങളെ വേദനിപ്പിച്ചത് തെറ്റായി പോയോ എന്നൊക്കെ ഒരു ചിന്തയുണ്ട്. അപ്പം നേരത്തെ ഇവർ കിങ് ഓഫ് വാൻഡ്സിന്റെ എനർജിയിലായിരുന്നു. അപ്പോൾ ഇവർ പറയുന്നതാണ് ശരി, ഇവർ ചെയ്തതാണ് ശരി എന്നൊക്കെ മാത്രം അവരെ സ്വയം ന്യായീകരിച്ചിരുന്നു എന്നും കാണുന്നുണ്ട്. അപ്പോൾ സ്വയം ന്യായീകരിച്ചത് കൊണ്ട് തന്നെ അവർ ചെയ്ത കാര്യങ്ങളെല്ലാം ശരിയാണ് എന്നവർ ഉറപ്പായിട്ടും വിശ്വസിച്ചിരുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്കെതിരെ എന്തെങ്കിലും കാര്യങ്ങൾ ഇവർ ചെയ്തിട്ടുണ്ടായിരിക്കാം. പക്ഷേ ഈ സമയത്ത് അവരൊന്നുകൂടി തിരിച്ച് ചിന്തിക്കാനുള്ള എന്തോ ഒരു കാര്യം അവരുടെ ലൈഫിൽ ഉണ്ടായി എന്ന് കാണുന്നുണ്ട്. ഫൈവ് ഓഫ് വാൻഡ്സ് ആണ്. എന്തോ ഒരു സ്ട്രഗ്ലിംഗ് സിറ്റുവേഷനാണ് ഇപ്പോൾ അവർക്കുള്ളത്. അപ്പോൾ അവർക്ക് എന്തോ ഒരു വിഷമം വന്ന സമയത്ത് അവർ ചിന്തിക്കുന്നുണ്ട്, ഇനി നിങ്ങളോട് ചെയ്ത ആ ഒരു തെറ്റിൻ്റെ ഫലമായിട്ടാണോ ഇങ്ങനെ ഒരു കാര്യം സംഭവിച്ചത്, ഇത്രയും ബുദ്ധിമുട്ട് അവരുടെ ജീവിതത്തിൽ വരുന്നത്, അല്ലെങ്കിൽ നിങ്ങളോട് ചെയ്തത് തെറ്റായിപ്പോയോ എന്നൊക്കെ ചിന്തിക്കുന്നുണ്ട്. കാരണം ജസ്റ്റിസ് ആണ് ഇവിടെ വന്നിട്ടുള്ളത്. അപ്പം നിങ്ങളോട് നീതികേട് കാണിച്ചത് കൊണ്ടാണോ ഇപ്പോൾ ഈ ഒരു സ്ട്രഗ്ലിംഗ് വന്നത് എന്നവർ ചിന്തിക്കുന്നുണ്ട്. അപ്പോൾ ചിലപ്പോൾ അവരും ചിലപ്പോൾ ചെയ്യാത്ത തെറ്റിന് എന്തെങ്കിലും ഒരു ശിക്ഷ അനുഭവിക്കേണ്ട ഒരു സാഹചര്യം വന്നിട്ടുണ്ടായിരിക്കാം. നിങ്ങൾ കടന്നുപോയ അതേ വഴികളിലൂടെ അവരിപ്പോൾ കടന്നു പോകുന്നുണ്ടായിരിക്കാം. അപ്പം നിങ്ങളോട് എന്തൊക്കെയാണ് ചെയ്തത് അതിനെല്ലാം തിരിച്ച് അതുപോലെ സെയിം സിറ്റുവേഷനിൽ അവർ കടന്നു പോകുന്നുണ്ടായിരിക്കാം. കാരണം അതാണ് ഇവിടെ ഒരു സ്ട്രഗിളിങ് വന്നത്. കുറേ ആൾക്കാരുമായി മത്സരിക്കേണ്ട ഒരു സാഹചര്യം ഇപ്പോൾ അവർക്കുണ്ടെന്ന് കാണുന്നുണ്ട്. ചിലപ്പോൾ ഇതുപോലെ നിങ്ങൾക്കും ഈ ഒരു സിറ്റുവേഷൻ നേരത്തെ കടന്നു പോയിട്ടുണ്ടായിരിക്കാം. ഈ ഒരു കാര്യത്തിൽ ഈ വ്യക്തിയും ഇൻവോൾവ്ഡ് ആയിരിക്കാം. ചിലപ്പോൾ ഇവരുടെ അറിവോട് കൂടിയോ ഈ വ്യക്തിയും കൂടി ഉണ്ടായിരുന്നോ, അങ്ങനെ ആയിരിക്കാം ചിലപ്പോൾ നിങ്ങൾക്ക് ഒരുപാട് സ്ട്രഗ്ലിങ്ങിലൂടെ കടന്നു പോയത്. അതിൽ ചിലപ്പോൾ നിങ്ങൾ ആ സമയത്ത് ചിലപ്പോൾ തോറ്റുപോയിട്ടുണ്ടായിരിക്കാം. പക്ഷേ ഇപ്പോൾ ഈ ഒരു സമയം അവർ ചിന്തിക്കുന്നുണ്ട്, നിങ്ങൾ കടന്നുപോയ, നിങ്ങൾ എത്രമാത്രം ബുദ്ധിമുട്ടി, നിങ്ങൾ എത്രമാത്രം വേദനിച്ചു, നിങ്ങൾക്ക് എത്രമാത്രം പ്രശ്നങ്ങൾ ഉണ്ടായി എന്നൊക്കെ ഇവർ ഇപ്പോൾ ചിന്തിക്കുന്നുണ്ട്. അപ്പോൾ ഒരു കൺഫ്യൂഷനാണ് അവർക്കെന്ന് കാണുന്നുണ്ട്. ക്യൂൻ ഓഫ് കപ്സ് ആണ്. ഇപ്പോൾ അവർ ആ ഒരു നിങ്ങളുടെ സ്നേഹത്തിൻ്റെ ഒരു ഡെപ്തൊക്കെ ഇപ്പോൾ അവർ മനസ്സിലാക്കുന്നുണ്ട്. ആ ഒരു സ്നേഹത്തിൻ്റെ ഓർമ്മകൾ വരുന്നു എന്നും കാണുന്നുണ്ട്. പാസ്റ്റിൽ നിങ്ങൾ എന്തായിരുന്നോ, നിങ്ങൾ ചിലപ്പോൾ പലരും ഒരു അമ്മയായിട്ടോ അച്ഛനായിട്ടോ അങ്ങനത്തെ ഒരു റോളും കൂടി നിങ്ങൾ ചെയ്തിട്ടുണ്ടായിരിക്കാം. നിങ്ങൾ അത്രയും കെയർ ചെയ്യുകയും സപ്പോർട്ട് ചെയ്യുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരിക്കാം. അപ്പോൾ അങ്ങനെയുള്ള ഒരു വ്യക്തിയെയാണ്
ഇവർ വേദനിപ്പിച്ചതെന്ന് കാണുന്നുണ്ട്. അപ്പോൾ ഇപ്പോഴും അവർക്ക് ആ ഓർമ്മയുണ്ട് നിങ്ങൾ എന്തായിരുന്നു അവർക്കെന്ന് ഒരു ഓർമ്മ ഉണ്ട്. അപ്പം അതുകൊണ്ടാണ് ഇവർക്കൊരു കൺഫ്യൂഷൻ ഇപ്പോൾ വന്നത്. ചിലപ്പോൾ നേരത്തെ അവർക്ക് നല്ല സമയമായിരുന്ന സമയത്ത് ഇവരിതൊന്നും ചിന്തിച്ചിട്ടുണ്ടായിരിക്കില്ല. അവർ ചെയ്തതൊക്കെയും ശരിയാണെന്ന് തന്നെ അവർ പൂർണ്ണമായും വിശ്വസിച്ചിട്ടുണ്ടായിരിക്കാം. പക്ഷെ ഇപ്പം തിരുത്തി ചിന്തിക്കാനുള്ളൊരു സാഹചര്യം വന്നു എന്ന് കാണുന്നുണ്ട്. വേൾഡ് കാർഡാണ്. അവർക്ക് ഇപ്പോൾ നിങ്ങൾ ഈ ക്യൂൻ ഓഫ് കപ്സും വേൾഡ് കാർഡും കൂടെ വരുമ്പോൾ നിങ്ങളെക്കുറിച്ച് ആലോചിക്കുമ്പോഴാണ് അവർക്ക് പൂർണ്ണത വരുന്നത് എന്നുള്ളതാണ്. ചിലപ്പോൾ വേറെ ചിലപ്പോൾ റിലേഷൻഷിപ്പ് ഉണ്ടായിരുന്നിരിക്കാം. അപ്പോൾ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും സാഹചര്യത്തിന് സമ്മർദ്ദം മൂലം ആയിരിക്കാം നിങ്ങളുമായിട്ടൊരു ബ്രേക്കപ്പ് ഉണ്ടായത്. ചില ആൾക്കാർക്ക് ഇതൊരു ലെസ് കോണ്ടാക്ട് മാത്രമാണ്, ഫുള്ളി ബ്രേക്കപ്പ് അല്ല കേട്ടോ. അപ്പം അവർ തിരിച്ചു വന്നിട്ടുണ്ടായിരിക്കാം. ഈ ഒരു സാഹചര്യം കഴിഞ്ഞു പോയിട്ടും ഉണ്ടായിരിക്കാം ചില ആൾക്കാർക്ക്. അപ്പോൾ നിങ്ങൾ ഉണ്ടെങ്കിൽ മാത്രമേ അവർക്കൊരു പൂർണ്ണതയുള്ളൂ എന്നൊരു ചിന്ത അവർക്കിപ്പോൾ ഉണ്ട്. കാരണം നിങ്ങൾ അത്രയും സപ്പോർട്ടീവ് ആയിരുന്നിരിക്കാം. അവരുടെ എല്ലാ കാര്യത്തിലും നിങ്ങളെ ഏത് സമയത്തും നിങ്ങൾ അവർക്കൊരു വളരെ വലിയൊരു സപ്പോർട്ട് കൊടുത്തിട്ടുണ്ടായിരിക്കാം. അപ്പോൾ ആ ഒരു കാര്യമൊക്കെ ഇപ്പോൾ അവർക്ക് ഓർക്കുന്നുണ്ട്, ഒരു ഓർമ്മ വരുന്നുണ്ട് എന്ന് കാണുന്നുണ്ട്. അപ്പോൾ നിങ്ങളില്ലാത്തത് കൊണ്ട് തന്നെ അതിൻ്റെതായ സ്ട്രഗിളിങ് അവർക്ക് ഉണ്ടായിരിക്കാം. 9 ഓഫ് വാണ്ട്സ് ആണ്, വെയിറ്റിംഗ് ആണ് എന്ന് കാണുന്നുണ്ട്. അവർ നിങ്ങൾ വരാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ എന്തോ ഒരു ജസ്റ്റിസിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുന്നു എന്നുള്ളതാണ്. അപ്പം നിങ്ങൾക്ക് ആ ഒരു ജസ്റ്റിസ് തന്നാൽ മാത്രമേ ഈ ഒരു ആ ഒരു സ്ട്രഗിളിങ് സിറ്റുവേഷനിൽ നിന്ന് അവർക്ക് മുന്നോട്ടേക്ക് പോകാൻ പറ്റുള്ളൂ എന്ന് അവർക്ക് ഇപ്പോൾ ഒരു ചിന്തയുണ്ട്. അപ്പം നിങ്ങൾക്ക് ജസ്റ്റിസ് കിട്ടാത്തിടത്തോളം കാലം അല്ലെങ്കിൽ ജസ്റ്റിസ് തരാത്തിടത്തോളം കാലം അവർ ഇതുപോലെ സ്ട്രഗിൾ ചെയ്യുന്നൊരു പേടി ഇപ്പോൾ അവർക്കുണ്ട്. കാരണം ഇതിൽ ഒരു 6 ഓഫ് പെന്റക്കിൾസിന്റെ എനർജി വന്നിട്ടുണ്ട്. അപ്പം ഈക്വൽ ഗിവ് ആൻഡ് ടേക്ക് ആണ്. അപ്പം പണ്ട് നിങ്ങൾ എത്രമാത്രം അവരെ സ്നേഹിച്ചിരുന്നോ, സപ്പോർട്ട് ചെയ്തിരുന്നോ, അതൊക്കെ അവർ തിരിച്ചും തന്നിട്ടുണ്ടെന്ന് കാണുന്നുണ്ട്. അപ്പോൾ ക്യൂൻ ഓഫ് കപ്സിന്റെ എനർജി ആണ് വന്നത്. നിങ്ങൾ ഒരുപാട് സ്നേഹിക്കുകയും കെയർ ചെയ്യുകയും സപ്പോർട്ട് ചെയ്യുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈക്വൽ ആയിരുന്നു. ആ ഈക്വൽ ആയിരുന്നതാണ് അവർ വിട്ടുകളഞ്ഞത് എന്ന് കാണുന്നുണ്ട്. അവരുടെ ഇഷ്ടത്തിനനുസരിച്ച് അവർ വേറെ മാറിപ്പോയി എന്നാണ് കാണുന്നത്. പക്ഷേ ഇപ്പോൾ ആ തിരിച്ചറിഞ്ഞത് കൊണ്ട് തന്നെ അവരത് വെയിറ്റ് ചെയ്യുന്നുണ്ട്. എന്താണ് ചെയ്യേണ്ടതെന്നൊരു ക്ലാരിറ്റി അവർക്കില്ല. എങ്ങനെയാണ് നിങ്ങളടുത്തോട്ട് എത്തേണ്ടതെന്നുള്ളൊരു ക്ലാരിറ്റി ഇല്ല. അതും പറ്റുന്നില്ല എന്ന് കാണുന്നുണ്ട്. അപ്പോൾ അവർ വെയിറ്റ് ചെയ്യുന്നുണ്ട് എന്ന് കാണുന്നുണ്ട്. പിന്നെ 10 ഓഫ് വാണ്ട്സിന്റെ എനർജിയാണ്. ഈ സമയത്ത് അവരൊരുപാട് സ്ട്രഗിൾ ചെയ്യുന്നു എന്ന് പറയുന്നല്ലോ. 5 ഓഫ് വാണ്ട്സ് ആണ്. അപ്പം കുറേ അധികം ആൾക്കാർ ഇവരോട് മത്സരിക്കാനുണ്ടായിരിക്കാം. ചിലപ്പോൾ അത് ജോലി സ്ഥലത്തായിരിക്കാം, ചിലപ്പോൾ ഈ റിലേഷൻഷിപ്പിൽ ഉണ്ടായിരുന്ന ആൾക്കാരായിരിക്കാം, ഇവരുടെ സുഹൃത്തുക്കളായിരിക്കാം. നേരത്തെ ഒരുമിച്ച് നിന്ന ആൾക്കാരെല്ലാം ഇപ്പോൾ ഇവരോട് മത്സരിക്കുന്നു എന്നാണ് കാണുന്നത്. ഇവരുടെ ഒപ്പം ഇല്ല. ഇവർ ചിലപ്പോൾ തെറ്റിദ്ധരിച്ചിരുന്നതായിരിക്കാം. ഇവരൊക്കെ ഫുള്ളി സപ്പോർട്ട് കൊടുക്കുമെന്നൊക്കെ ഇവർ ചിന്തിച്ചതായിരിക്കാം. ഈ സമയത്ത് അവർക്ക് ആരുടെയും സപ്പോർട്ട് ഇല്ലാതെ ഒറ്റയ്ക്കാണ് എന്ന് അവരിപ്പോൾ വേദനയോടെ മനസ്സിലാക്കുന്നുണ്ട്. പിന്നെ ഏറ്റവും ടഫസ്റ്റ് ആയിട്ടുള്ളൊരു ടൈമാണ് അവരുടെ ഈ സമയം എന്ന് പറയുന്നത്. കാരണം സപ്പോർട്ട് ചെയ്യാൻ നിങ്ങളും ഇല്ല, അവരുടെ കൂടെ ഉണ്ടായിരുന്ന ആൾക്കാരും ഇല്ല. ഇപ്പോൾ ആരുമില്ല, ഇപ്പോൾ ഒറ്റയ്ക്കാണ്. അവരുടെ ആ ഒരു ലൈഫ് സൈക്കിൾ എൻഡ് ആകുന്നു എന്ന് തന്നെ കാണുന്നുണ്ട്. വേൾഡ് 10 ഓഫ് വാണ്ട്സും വരുമ്പോൾ ഒരു എൻഡിങ് ആണ്, പൂർണ്ണമായും ഒരു എൻഡിങ് വേണം. അത് അവരും ആഗ്രഹിക്കുന്നുണ്ട് കേട്ടോ. അവരും വിചാരിക്കുന്നുണ്ട് എന്തെങ്കിലും പാവമൊക്കെ ചെയ്തിട്ടുള്ളത് കൊണ്ടാണ് ഈ ഒരു അനുഭവം വന്നത് എന്നൊക്കെ അവർ മനസ്സിൽ വിചാരിക്കുന്നുണ്ട്. തിരിച്ചറിവ് വരുന്നുണ്ട് എന്ന് കാണുന്നുണ്ട്. കാരണം അത്രമാത്രം ഒരു കഷ്ടത അവർക്ക് ഇപ്പോൾ ഉണ്ട് എന്ന് കാണുന്നുണ്ട്. ചില ആൾക്കാർക്കെങ്കിലും ശരിക്കും ഒരു ശാരീരിക പ്രശ്നങ്ങൾ അലട്ടുന്നുണ്ടായിരിക്കാം ചില ആൾക്കാരെ. അപ്പോൾ ആ ഒരു കാര്യം വന്നപ്പോഴും ഇവർ മനസ്സിലാക്കുന്നുണ്ട് നിങ്ങൾ കൂടി ഉണ്ടായിരുന്നെങ്കിൽ എന്നവർ ചിന്തിക്കുന്നുണ്ട്. 6 ഓഫ് കപ്സിന്റെ എനർജിയാണ്. ശരിക്കും ഇവർ മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ട് നിങ്ങളെ. പാസ്റ്റിൽ ഉണ്ടായിരുന്ന കാര്യങ്ങൾ ഒക്കെ അവർ വീണ്ടും ഒന്നുകൂടി ആലോചിക്കുന്നുണ്ട്. നിങ്ങൾ ഒരുമിച്ചായിരുന്നപ്പോൾ നിങ്ങൾ എന്തൊക്കെ ചെയ്തിരുന്നോ അതൊക്കെ അവർ ആലോചിക്കുന്നുണ്ട്. നിങ്ങളുടെ നല്ല നിമിഷങ്ങളൊക്കെ അവരുടെ മനസ്സിൽ ഓർമ്മ വരുന്നുണ്ട് എന്ന് കാണുന്നുണ്ട്. അപ്പം അത് ഒന്നുകൂടി വന്നിരുന്നെങ്കിൽ എന്നവർ ചിന്തിക്കുന്നുണ്ട്. പാസ്റ്റിലെ പോലെ വീണ്ടും റിപ്പീറ്റ് ചെയ്യാൻ പറ്റിയിരുന്നെങ്കിൽ എന്നവർ ആഗ്രഹിക്കുന്നുണ്ട്. ജസ്റ്റിസ് ആണ്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളോട് ചെയ്തത് നീതിയല്ല എന്നൊരു തോന്നൽ ഇപ്പം അവർക്ക് വന്നിട്ടുണ്ട്.
അപ്പോൾ എന്തുകൊണ്ടാണ് എന്ന് ക്ലാരിഫൈ ചെയ്ത് നോക്കാം. ഇവിടെ ഈ ജസ്റ്റിസ് കാർഡ് ഇവിടെ വന്നത് എന്തുകൊണ്ടാണ്, എന്താണ് നീതികേട് ചെയ്തത് എന്ന് നോക്കാം നമുക്ക്. ത്രീ ഓഫ് സോഴ്സ് ആണ് വന്നത്. ഇതിനെ ക്ലാരിഫൈ ചെയ്തപ്പോൾ കിട്ടിയത്, ജസ്റ്റിസിനെ ക്ലാരിഫൈ ചെയ്തപ്പോൾ ത്രീ ഓഫ് സോഴ്സ് ആണ് കിട്ടിയത്. അപ്പം നിങ്ങൾക്ക് ശരിക്കും ഒരു ഹാർട്ട് ബ്രേക്കിലൂടെ കടന്നു പോകേണ്ട ഒരു അവസ്ഥ ഇവരുണ്ടാക്കിയെന്നാണ്. അപ്പം നേരത്തെ കണ്ടല്ലോ, നിങ്ങളെ ഒരുപാട് വേദനിപ്പിച്ചു എന്ന് കണ്ടല്ലോ, നിങ്ങളെ ഒറ്റപ്പെടുത്തിയിട്ടുണ്ടായിരിക്കും. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഹാർട്ട് ബ്രേക്ക് വന്നു. അപ്പോൾ ആ ഒരു ഹാർട്ട് ബ്രേക്കിനാണ് ജസ്റ്റിസ് വേണ്ടത്. അപ്പോൾ അവർ മനസ്സിലാക്കുന്നുണ്ട് നിങ്ങൾ എത്രമാത്രം വേദനിപ്പിച്ചു. അപ്പോൾ ആ ഒരു വേദനയിലൂടെ തന്നെ, ആ പെയിനിലൂടെ തന്നെ അവർ കടന്നു പോകുന്നുണ്ട്. ഒറ്റപ്പെട്ട് ആരുമില്ലാതെ, ചിലപ്പോൾ ഇതൊന്നും ഷെയർ ചെയ്യാൻ പോലും ആരുമില്ലാതെ അവർ ഒരുപാട് പെയിനിലൂടെ കടന്നു പോകുന്നുണ്ട്. അപ്പോൾ ആ ഒരു കാര്യത്തിനാണ് ജസ്റ്റിസ്. നിങ്ങൾക്ക് ജസ്റ്റിസ് കിട്ടിയാൽ മാത്രമേ അവർക്ക് ഈ ഒരു കാര്യം, ഇപ്പോഴത്തെ ഒരു പെയിൻ എൻ്റെ ആവുള്ളൂ എന്നവർ ചിന്തിക്കുന്നുണ്ട്. നിങ്ങൾ എത്രമാത്രം വേദനിച്ചോ അത്രമാത്രം വേദന അനുഭവിക്കുന്നത് കൊണ്ടാണ് അവർക്കത് മനസ്സിലായത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യണം എന്നാണ് അവർ ചിന്തിക്കുന്നത്. നിങ്ങൾക്ക് ജസ്റ്റിസ് തരാൻ അവർ എന്ത് ചെയ്യും എന്ന് നമുക്ക് നോക്കാം. നിങ്ങൾ ജസ്റ്റിസ് കിട്ടണം എന്ന് അവർ ആഗ്രഹിക്കുന്നുണ്ട്. അപ്പം നമുക്ക് നോക്കാം എന്താണ് അവർ ജസ്റ്റിസ് തരാൻ വേണ്ടിയിട്ട് അവരെന്താണ് ചെയ്യാൻ പോകുന്നതെന്ന് നോക്കാം. 5 ഓഫ് കപ്സ്, 4 ഓഫ് കപ്സ് ആണ്. അപ്പം നഷ്ടബോധത്തിലിരിക്കുന്നു എന്നുള്ളതാണ്. അവർക്ക് കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട്. 3 ഓഫ് പെന്റാക്കിൾ ആണ്. അപ്പോൾ നൈറ്റ് ഓഫ് വൺസ്, 9 ഓഫ് പെന്റാക്കിൾ, കിങ് ഓഫ് പെന്റാക്കിൾ, ബോട്ടം 7 ഓഫ് സോഴ്സ് ആണ്. ഒരു ചീറ്റിംഗ് വന്നു എന്നാണ് കാണുന്നത്. ഇപ്പം നിങ്ങളെ അവർ എന്തെങ്കിലും തരത്തിൽ ചീറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ചീറ്റിങ് അവർക്ക് വന്നാണ് ഈ ഹാർട്ട് ബ്രേക്ക് ഉണ്ടാക്കിയതെന്ന് കാണുന്നുണ്ട്. ഇപ്പോൾ അവർക്ക് കുറേ നല്ല കാര്യങ്ങളുണ്ടെങ്കിലും അവർക്ക് ശരിക്കും നിങ്ങളോട് ചെയ്തതിൻ്റെ ആ ഒരു ശിക്ഷ അവർക്ക് കിട്ടിയെന്ന് അവർ വിശ്വസിക്കുന്നുണ്ട്. അപ്പോൾ ആ ഉള്ള നല്ല കാര്യങ്ങളൊന്നും കാണാൻ അവർക്ക് പറ്റുന്നുമില്ല. പിന്നെ 3 ഓഫ് പെന്റാക്കിൾസും നൈറ്റ് ഓഫ് വാൺസും വന്നിട്ടുണ്ട്. ഇപ്പം നിങ്ങളുമായിട്ട് ചേർന്ന് നടത്തിയ കുറേ കാര്യങ്ങൾ, വളരെ സന്തോഷമുള്ള കുറേ കാര്യങ്ങളുണ്ടായിരുന്നു. അവർ വളരെയധികം സന്തോഷിച്ചിരുന്നു എന്ന് കാണുന്നുണ്ട്. അപ്പോൾ അത് നൈറ്റ് ഓഫ് വാൺസും അതാണ് പറയുന്നത്, നിങ്ങൾ ഒരുപാട് സന്തോഷിച്ചിരുന്നു. അപ്പോൾ അങ്ങനെ ഒരു കാര്യം തിരിച്ചു തന്നാൽ മാത്രമേ അവരുടെ ലൈഫിൽ ഈ ഒരു വേൾഡ് കാർഡ് എത്തുള്ളൂ. ഫുൾഫിൽമെൻറ്റ് വരണമെങ്കിൽ പണ്ടത്തെ പോലെ അവർ നിങ്ങളിലേക്ക് വരണം. ചിലപ്പോൾ ഈ വ്യക്തി ചിലപ്പോൾ സാമ്പത്തികമായി ഒരുപാട് ബുദ്ധിമുട്ട് ഇപ്പോൾ ഉണ്ടായിരിക്കാം. എന്തെങ്കിലും ചീറ്റിങ്ങിൽ വന്ന്, 7 സോഴ്സിൻ്റെ എനർജിയാണ്, എന്തെങ്കിലും ചീറ്റിംഗ് വന്ന് കുറേ സാമ്പത്തിക നഷ്ടമൊക്കെ ഇവർക്ക് ഇപ്പോൾ ഉണ്ടായിരിക്കാം. റീസെൻ്റ്ലി എന്തെങ്കിലും ഒരു കാര്യം ഉണ്ടായിരിക്കാം. അപ്പോൾ ആ ഒരു സാമ്പത്തിക നഷ്ടമൊക്കെ വന്നപ്പോൾ ഇവർ ചിന്തിക്കുന്നുണ്ട് നിങ്ങളോട് ചെയ്ത ചീറ്റിങ്ങിൻ്റെ ഫലമാണ് ഈ ഒരു കാര്യം ഉണ്ടായതെന്നുള്ളതാണ്. അപ്പോൾ അതൊക്കെ തിരിച്ചു വരണമെങ്കിൽ, അവർക്ക് നഷ്ടപ്പെട്ടു പോയതൊക്കെ തിരിച്ചു വരണമെങ്കിൽ നിങ്ങളും വേണം, പാസ്റ്റിൽ നിന്നുള്ള നിങ്ങളും വേണം. എന്നാൽ മാത്രമേ അവർക്ക് ജസ്റ്റിസ് കിട്ടുള്ളൂ. നിങ്ങൾക്ക് നീതി തന്നാൽ മാത്രമേ അവർക്കും ആ നീതി കിട്ടുള്ളൂ എന്ന് അവർ ചിന്തിക്കുന്നുണ്ട്. നിങ്ങളില്ലാതെ അവർക്ക് ജീവിതം ഫില്ലാകൂല എന്നൊരു ചിന്തയാണ് അവർക്കുള്ളത്. അപ്പോൾ ഫുൾഫിൽ ആകണമെങ്കിൽ, അവർക്കൊരു കംപ്ലീഷൻ വേണമെങ്കിൽ, അവർക്ക് ഇപ്പോൾ ഒരു കംപ്ലീറ്റ് അല്ല എന്നവർക്ക് മനസ്സിലാക്കുന്നുണ്ട്. ഒരു കംപ്ലീഷൻ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങളും കൂടി അവരുടെ ലൈഫിൽ എത്തണം എന്ന് അവർ മനസ്സിലാക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ എത്രമാത്രം സ്നേഹിച്ചിരുന്നു എന്നൊക്കെ ഇപ്പോൾ അവർ ചിന്തിക്കുന്നുണ്ടായിരിക്കാം. ആ ജെന്യൂനിറ്റി അവർ മനസ്സിലാക്കുന്നുണ്ടായിരിക്കാം. അപ്പോൾ ഇതാണ് അവരുടെ കറണ്ട് തോട്ട്സ് ആൻഡ് ഫീലിങ്സ്. ഇപ്പോൾ അവരിതാണ് നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നത്. അവരുടെ സാഹചര്യം അങ്ങനെ അവരെ കൊണ്ട് ചിന്തിക്കാനുള്ളൊരു ഉണ്ടാക്കിയെന്ന് കാണുന്നുണ്ട്. അപ്പോൾ ഇത് നിങ്ങളുടെ സാഹചര്യവുമായി ഇത് മാച്ച് ആകുന്നുണ്ടെങ്കിൽ ഇതൊന്ന് കമൻറ്റ് ചെയ്യുക. പിന്നെ നിങ്ങൾക്ക് ആർക്കെങ്കിലും പേഴ്സണൽ റീഡിങ് വേണമെങ്കിൽ എൻ്റെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാം. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ആൾക്കാർ ദയവായിട്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തന്നെ സപ്പോർട്ട് ചെയ്യുക. പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ടോപ്പിക്ക് വേണം എന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക, ഞാൻ ചെയ്യാം. അപ്പോൾ ഇതാണ് ഇന്നത്തെ റീഡിങ്. അപ്പോൾ നിങ്ങൾക്കിത് ഇഷ്ടമായെങ്കിൽ നമുക്കൊരു പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും വരാം. നല്ല ടോപ്പിക്ക് നിങ്ങൾ പറഞ്ഞാൽ ഞാൻ അത് നാളെ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും സന്തോഷമായിട്ട് സുഖമായിട്ട് ഇരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഒരുപാട് സ്നേഹത്തോടെ ബൈ.